DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എല്ലാവരും പാചകത്തിനായി ഗ്യാസ് സിലിണ്ടറുകളെയാണ് ആശ്രയിക്കുന്നത്. എല്ലാ മാസവും 1-ാം തീയതി ഗ്യാസ് വില പുതുക്കി നിശ്ചയിക്കാറുണ്ട്. ഇന്ന് ഒക്ടോബർ 1-ന് ഗ്യാസ് വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ് എണ്ണ കമ്പനികൾ. ഇതോടൊപ്പം ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, എല്ലാ മാസവും 1-ാം തീയതി ഗ്യാസ് സിലിണ്ടറുകളുടെ വില എണ്ണ കമ്പനികൾ പുതുക്കി നിശ്ചയിക്കുന്നത്. വില കൂട്ടുകയോ കുറയ്ക്കുകയോ അല്ലെങ്കിൽ മാറ്റം വരുത്താതിരിക്കുകയോ ചെയ്യും. ഇന്ന്, അതായത് ഒക്ടോബർ 1-നും കമ്പനികൾ ഗ്യാസ് സിലിണ്ടറുകളുടെ വില പുതുക്കി നിശ്ചയിച്ചിരിക്കുകയാണ്. ഇത്തവണ വില കൂട്ടിയിരിക്കുകയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള പാചകവാതക സിലിണ്ടറുകളുടെ വിലയാണ് തുടർച്ചയായി ഇപ്പോൾ കമ്പനികൾ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 19 കിലോഗ്രാം വരുന്ന LPG സിലിണ്ടറിന് 48 രൂപ 50 പൈസയാണ് വർദ്ധിപ്പിച്ചത്. ഇതോടെ രാജ്യ തലസ്ഥാനത്തെ വിലയനുസരിച്ച് 1691 രൂപ 5 പൈസയുണ്ടായിരുന്ന സിലിണ്ടറിന് ഇപ്പോൾ 1740 രൂപ കൊടുക്കണം. ഇതോടൊപ്പം വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 5 കിലോഗ്രാം വരുന്ന LPG സിലിണ്ടറിന് 12 രൂപയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതുക്കിയ വില നിലവിൽ വന്നു കഴിഞ്ഞു. ഇതോടെ ഹോട്ടൽ ബിസിനസ്സുകൾക്കും മറ്റും വലിയൊരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. സിലിണ്ടറുകളുടെ വില വർദ്ധിക്കുമ്പോൾ ഹോട്ടൽ ഫുഡിന്റെയും വില കൂടുവാൻ സാധ്യതയുണ്ട്. അതിനാൽ ഇത് സാധാരണ ജനങ്ങളെയും ബാധിക്കും. അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ്. അടുത്ത അറിയിപ്പ്, പാചകവാതക സിലിണ്ടറുകൾ വീടുകളിലെത്തിക്കുന്നതിന് അമിത നിരക്ക് ഈടാക്കുന്നതായി നിരവധി പരാതികൾ ഉയർന്നിരുന്നു. എന്നാൽ ഇനി ഇത്തരത്തിൽ അമിത നിരക്ക് ഈടാക്കുന്ന ഏജൻസികൾക്കെതിരെ കർശന നടപടിയെടുക്കുകയാണ്. സിലിണ്ടറുകൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ഗ്യാസ് ഏജൻസികളുടെ 5 കിലോമീറ്റർ ചുറ്റളവിൽ സിലിണ്ടറുകൾ വിതരണം ചെയ്യുന്നതിന് നിരക്കൊന്നും ഈടാക്കരുത്. ബിൽ എമൗണ്ട് മാത്രമേ വാങ്ങാവൂ. 5 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ 20 രൂപയും 10 കിലോമീറ്റർ മുതൽ 15 കിലോമീറ്റർ വരെ 35 രൂപയും 15 മുതൽ 20 കിലോമീറ്റർ വരെ 45 രൂപയുമാണ് നിരക്ക്. 20 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ 60 രൂപയാണ് നിരക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള നിരക്ക് തുകകൾ ബില്ലിൽ രേഖപ്പെടുത്തിയാണ് ഉപഭോക്താവിന് ബില്ല് നൽകേണ്ടത്. ബില്ലിലില്ലാത്ത ഒരു തുകയും ഉപഭോക്താവിന്റെ പക്കൽ നിന്നും വാങ്ങുവാൻ പാടില്ല. ഇത്തരത്തിൽ കൂടുതൽ തുക ഈടാക്കുകയാണെങ്കിൽ അവർക്കെതിരെ താലൂക്ക് സപ്ലൈ ഓഫീസർക്ക് പരാതി നൽകാം. അതിനാൽ ഏജൻസിയിൽ നിന്നും എത്ര കിലോമീറ്റർ പരിധിയിലാണ് നിങ്ങളുടെ വീടെന്നത് നോക്കി നിരക്ക് എത്രയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് റീഫിൽ ചെയ്ത് ലഭിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ തൂക്കം നോക്കാവുന്നതാണ്. ഗ്യാസ് സിലിണ്ടർ വിതരണം ചെയ്യുന്ന വാഹനത്തിൽ സിലിണ്ടർ തൂക്കി നോക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസ് ഉണ്ടായിരിക്കണമെന്നതാണ് ചട്ടം. നിയമപ്രകാരം നിറച്ചിരിക്കുന്ന ഒരു പാചകവാതക സിലിണ്ടറിൽ 29.5 കിലോ തൂക്കമുണ്ടാകും. അതിൽ 14.2 കിലോഗ്രാം പാചകവാതകവും 15.3 കിലോഗ്രാം സിലിണ്ടറിന്റെ ഭാരവുമാണ്. ഗ്യാസ് സിലിണ്ടറിന്റെ തൂക്കം നോക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നോക്കി തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ്. അടുത്ത അറിയിപ്പ്, ഗാർഹിക പാചകവാതക കണക്ഷനുള്ള എല്ലാവരും ഗ്യാസ് EKYC മസ്റ്ററിംഗ് ചെയ്യണമെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണോ ഇത് കൈപ്പറ്റുന്നതെന്നറിയുന്നതിനാണ് ഈ മസ്റ്ററിംഗ്. നിലവിൽ ഗ്യാസ് മസ്റ്ററിംഗിന് അവസാന തീയതിയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇത് ചെയ്യേണ്ടത് വളരെ അനിവാര്യമാണ്. ഇതിന് ഒരു അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ചിലപ്പോൾ ഗ്യാസ് സിലിണ്ടർ ലഭിക്കാതെ വരുവാനുള്ള സാധ്യതയുമുണ്ട്. അതിനാൽ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് ഏജൻസികളിൽ പോയി മസ്റ്ററിംഗ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇത് വീട്ടിലിരുന്നും സൗജന്യമായി ചെയ്യുവാൻ സാധിക്കും. അതാത് ഗ്യാസ് ഏജൻസികളുടെ ആപ്പുകൾ വഴി, ആധാർ ഫേസ് റെക്കഗ്നേഷൻ വഴി, മൊബൈൽ ഫോണിലൂടെ ഇത് സൗജന്യമായി ചെയ്യാം. ഏജൻസികളിലെത്തി ഇത് പൂർത്തിയാക്കുന്നവർ ആധാർ കാർഡും ഗ്യാസ് കണക്ഷൻ ബുക്കും കയ്യിൽ കരുതുക. കൂടാതെ നാട്ടിലില്ലാത്തവരുടെയും കിടപ്പുരോഗികളുടെയും പേരിലാണ് കണക്ഷനെങ്കിൽ അത് അതേ റേഷൻ കാർഡിലെ മറ്റൊരംഗത്തിന്റെ പേരിലേക്ക് മാറ്റിയതിനു ശേഷം മസ്റ്ററിംഗ് ചെയ്യുക. അടുത്ത അറിയിപ്പ്, ഈ മാസത്തിലും ഗ്യാസ് സബ്സിഡി 300 രൂപയായിരിക്കും ലഭിക്കുക. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്കാണ് ഈ സബ്സിഡി ലഭിക്കുന്നത്. മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ചില മേഖലകളിൽ പദ്ധതിയിലേക്കുള്ള അപേക്ഷകൾ നടക്കുന്നുണ്ട്. നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് അപേക്ഷിക്കുവാൻ സാധിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.